പക്ഷേ എന്നാലും ഈ സമ്മേളനം 20 വരെ നമ്മൾ പരമാവധി നേരത്തെ ഈ സമ്മേളനം പ്രസാദിപ്പിക്കുകയാണ്. നമ്മുടെ ശക്തി വിളിച്ചെത്തിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. ഔപചാരികമായ സ്വാഗതം ആശംസിക്കുക. യൂണിയന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ചാല സുധാകരൻ ലക്ഷ്യം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, യൂണിയന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര പ്രസാദ്, മുൻ സ്പീക്കറും KPCCയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ശക്തൻ, ഇന്ന് DCC ഭാരവാഹികളായ ശ്രീ ജോസഫ് പെരേര, ശ്രീ ചന്ദ്രൻ, ശ്രീ ജയചന്ദ്രൻ, ശ്രീ പുരുഷോത്തമനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ സോളർ സംഘത്തിന്റെ ചെയർമാനുമായ ശ്രീ ഹരികുമാർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട നേതാക്കളെ, എന്റെ മുൻവശത്തിരിക്കുന്ന മോട്ടാർ തൊഴിലാളി യൂണിയന്റെയും പെട്രോൾ യൂണിയന്റെയും ഭാരവാഹികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ INTUCയുടെ തിരുവനന്തപുരം ജില്ലയിലെ മോട്ടാർ മേഖലയിലെ ഏറ്റവും വലിയ യൂണിയനായ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് മോട്ടാർ ഡ്രൈവേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് കോൺഗ്രസിന്റെ ഒരു സ്പെഷ്യൽ കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ കൺവെൻഷൻ നടക്കുന്നത്. ഞാൻ അതെടുത്ത് പറഞ്ഞത് പകുതി തൊഴിലാളികൾ പോലും ഇവിടെ എത്തിയിട്ടില്ല. അത് കുറ്റകരമായ കാര്യമാണ്. അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആദ്യമായി നമ്മുടെ യൂണിയന് ശക്തി പകരുന്ന കേരള പ്രദേശ് കോൺഗ്രസിന്റെ മുൻ വൈസ് പ്രസിഡന്റും ഈ യൂണിയന്റെ പ്രസിഡന്റുമായ നമ്മുടെ നേതാവ് അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര പ്രസാദിനെ നിങ്ങൾക്കും എനിക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഉദ്ഘാടനത്തിന് ഇരിക്കുന്ന മുൻമന്ത്രിയും നിയമസഭാ സ്പീക്കറും അതുപോലെ തന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ശക്തൻ അവരുടെ നിങ്ങൾക്കും എനിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ കോൺഗ്രസുകളിലെ നേതാക്കളായ ശ്രീ ജോസഫ് പെരേര, ശ്രീ ചന്ദ്രൻ, ശ്രീ ജയചന്ദ്രൻ, കോൺഗ്രസിന്റെ ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പാളയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ ശ്രീ ഹരികുമാർ, അതുപോലെ തന്നെ DCC ഭാരവാഹികൾ ശ്രീ ശ്രീ അഡോൾ, ശ്രീ ജയചന്ദ്രൻ, ശ്രീ സൂരേന്ദ്രൻ നായർ, പണ്ഡിറ്റ് നിസാം, ശ്രീ പണ്ഡിറ്റ് നിസാമുല്ല നിവാസ്, ശ്രീ EP പ്രസാദ്, ശ്രീ കണ്ണൻ, അതുപോലെ മുന്നിലിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. ഓരോരുത്തരും പേര് പറയുന്നില്ല. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തൊഴിലാളി സുഹൃത്തുക്കളെ മുഴുവൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എത്രയും ബഹുമാന്യനായ ഈ സമ്മേളനത്തിന്റെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ
മുൻ സ്പീക്കർ കൂടിയായ ശ്രീ എൻ ശക്തൻ അവർ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാർ, സദസ്സിലും നമ്മുടെ ഹെഡ്ഡോറിന് വേണ്ടി ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി നിരവധി ഭാരമായി സദസ്സിലും പ്രവർത്തിക്കുകയും പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ഗംഭീരമായ ഒരു പ്രകടനം നടത്തി ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും ഒരുമിച്ച് പിടിച്ചു കിട്ടാൻ ഒരുപാട് പാടുപെടുന്ന ആളുകളാണ് ഈ മോട്ടോർ തൊഴിലാളികളുടെ പണിയെടുക്കുന്നത്. പുറത്തു പോകുന്ന ചെറുപ്പുകളൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതമെല്ലാം നല്ല സുഭിക്ഷമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയ നേതൃത്വവും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും അവരുടെ ഭരണനിർവഹണം നടത്തുന്ന സമയത്തെ എടുക്കുന്ന തീരുമാനം അതിനുണ്ടാകുന്ന വിലക്കയറ്റം, പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർദ്ധനവ് ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപ്ലവങ്ങൾ ജീവിതകാലം വർദ്ധിപ്പിക്കുന്നു. അത് പൊതുവിൽ ജനങ്ങളുടെ ജീവിതകാലം വർദ്ധിപ്പിക്കുന്നു. പക്ഷേ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഈ മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പലപ്പോഴും യാത്രക്കാരുമായി കലഹിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക്, യാത്രക്കാർക്ക് യാത്രക്കാരുടെ ഭാഗത്തുള്ള ന്യായീകരണം, നമ്മുടെ തൊഴിലാളികൾക്ക് നമുക്ക് നമ്മുടേതായ ന്യായീകരണങ്ങളുണ്ട്. പെട്രോളോ ഡീസലോ വാച്ച് വാഹനത്തിൽ ഒഴിച്ചാൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന വിലവർദ്ധന കൂടിയുള്ള അനുസരിച്ചുള്ള ഇന്ധനം നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ഓടിക്കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബം പോലും നോക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക്, സ്വന്തമായി മോട്ടോറില്ലാത്ത ആളുകൾ അവർക്ക് ഇതിന്റെ യഥാർത്ഥ മുതലാളിക്ക് കൊടുക്കുന്നതും നിങ്ങളുടെ തൊഴിലിന്റെ പങ്കും ഒരിക്കലും ജീവിതഭാരം നിറവേറ്റാൻ കഴിയാത്ത, ജീവിത പ്രശ്നങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത, കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. അപ്പൊ അത്തരം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വരുന്നു. അത് മാത്രമല്ല, പലപ്പോഴും പോലീസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങൾ വളരെ മര്യാദയോടുകൂടി തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ പോലും ഒരു വർഗവിദ്വേഷത്തോടെ കണ്ടുകൊണ്ട് അധികാരികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് നമ്മളോട് കാണിക്കുന്ന അനീതിപരമായ പെരുമാറ്റം, അതൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ സങ്കീർണമായ ഒരു മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. ആ അർത്ഥത്തിൽ നമ്മുടെ ജാതികളുടെ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചു സർക്കാരിനെയും ബന്ധപ്പെട്ട അധികാരത്തിനെയും അങ്ങനെ വിഷയം കൊണ്ടുവന്ന് പാർട്ടികളുടെ കോൺഗ്രസ് നടത്തുന്ന സമയങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾ അടക്കം നിർത്തിയിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ജനങ്ങളോട് നമ്മൾ അവതരിപ്പിക്കുന്ന